ഭരണമാറ്റം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇല്ല, ഭരണമാറ്റം ഒരിക്കലും ഉണ്ടാവില്ല. പൊതുവെ ഇവിടുത്തെ സാഹചര്യത്തിൽ വികസനത്തിന് മുരടിപ്പൊന്നുമില്ല. പക്ഷെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കേരളം മാറാനുള്ള സാധ്യത ഒന്നുമില്ല. കേരളം എങ്ങനെ മാറുക? കേരളം മാറേണ്ട യാതൊരു സാധ്യത പിണറായി തന്നെ തുടരും. മുഖ്യമന്ത്രിക്ക് യാതൊരു ആവശ്യമില്ല. അത് നിങ്ങൾ പത്രമാധ്യമങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കണേ. ചോദിക്കാൻ പറ്റുന്നില്ല. ഇവിടാണോ വോട്ട്? ഇവിടാണോ? നമ്മൾ വോട്ടേ ചെയ്തില്ല. നമുക്ക് വേണ്ട. മടുത്തോടത്തുണ്ട്. മടുത്ത് ഇപ്പം ആ കച്ചവടം വേണ്ട. ആര് കയറിയാലും കണക്കന്നെ. കാരണം ഞാൻ വോട്ട് ചെയ്യില്ല. ഏത് പടത്തിലും ഞാൻ വോട്ട് ചെയ്യില്ല. UDF വരുന്ന ആഗ്രഹമുണ്ട്. ഒരു 10 കൊല്ലം ഇതിന് മുന്നേ ഭരിച്ചതാ. എന്നിട്ട് എന്താ ഇവിടെ ചെയ്തത്? ഓരോ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടായിരുന്നു. അതല്ലാണ്ട് ഒരു വികസനം ഞങ്ങൾ കണ്ടിട്ടില്ല. നമസ്കാരം. മറുനാടൻ ഇലക്ഷൻ സർവേ എത്തി നിൽക്കുന്നത് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലാണ്. കടുത്ത പോരാട്ടമാണ് തൃത്താലയ്ക്ക് ശേഷം ഇവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ഇവിടെ? ഉഷാറായിരുന്നു. അത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇവിടെ UDF-നാണ് സാധ്യത. എന്താ ഇപ്പോൾ കഴിഞ്ഞത് CPM-ൻ്റെ MLA അല്ല, അതിൻ്റെ എല്ലാം നമ്മളെ അയൽവാസിയാണ്, അടുത്തുള്ള ആളാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണാണ്. മാറ്റം പട്ടാമ്പി ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ആണോ? എന്താണ് ഇവിടുത്തെ ഒരു ഇലക്ഷനോ? ഇവിടെ ബൗസീൻ ജയിക്കും. എത്ര ആത്മവിശ്വാസം? അയാളുടെ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് കേരളം മൊത്തത്തിൽ ഭരണമാറ്റം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിവിടെ മുഖസിന് ദോഷം ചെയ്യുമോ? ഭരണമാറ്റം ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇല്ല, ഭരണമാറ്റം ഒരിക്കലും ഉണ്ടാവില്ല. മനസ്സിലായോ? മോഹനെ തോൽപ്പിക്കാൻ പടച്ചാമ്പരാനേ കഴിയുള്ളൂ, അല്ലാതെ ഒരാൾക്ക് കഴിയില്ല. പോരെ? തെരഞ്ഞെടുപ്പ് വരുമല്ലേ? ഇവിടാണോ വോട്ട്? കണ്ണനെ കണ്ടിട്ട് നല്ല ഭരണം വേണം. ആര് ഭരിച്ചാലും വേണ്ടിയില്ല. കണ്ണനോട് ഇതന്നെ പറഞ്ഞത്, എല്ലാവർക്കും സുഖം തരണം, നല്ല ഭരണമാവണം എന്ന്. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഭഗവാനോട് പ്രാർത്ഥിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു അല്ലേ? അത്രല്ലേ ഇനി ഈ പ്രായത്തിൽ കയ്യിലും. പട്ടാമ്പിയുടെ ഒരു സാഹചര്യം എങ്ങനെയുണ്ട്? പട്ടാമ്പിയിൽ മാറി മാറി ഭരിക്കണ സ്ഥലങ്ങളാണ്. പൊതുവെ ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മൂസിനാണ് ചാൻസ് പറയണത്. പിന്നെ റോഡും കാര്യങ്ങളൊക്കെ വികസനങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പാർക്ക്, അതേപോലെ പുതിയ സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗ് അങ്ങോട്ട് പുതിയ മാർക്കറ്റിൻ്റെ അവിടേക്ക് വരുന്നുണ്ട്. പിന്നെ റോഡുകളൊക്കെ ഒരുവിധമൊക്കെ ക്ലിയറാണ്. പിന്നെ ഫയർ സ്റ്റേഷൻ പുതിയത് വരാൻ പോകുന്നുണ്ട് പട്ടാമ്പിയിൽ. മൊത്തത്തിൽ വികസനം കുഴപ്പമില്ല, നല്ല രീതിയിൽ പോയിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ അറിയാം എന്താ ഏതാന്നുള്ളത്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പൊതുവെ ഇവിടുത്തെ സാഹചര്യത്തിൽ വികസനത്തിന് മുരടിപ്പൊന്നുമില്ല. പക്ഷെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കേരളം മൊത്തം മാറും. നിലവിലെ ഭരണത്തിൽ തൃപ്തനാണോ കേരളത്തിൽ? ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. 90%. എങ്ങനെയുണ്ട് ഇവിടെ പട്ടാമ്പി? പട്ടാമ്പി നമ്മൾ മുസ്ലിം ഉറപ്പാ. 25,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടാവും. യാതൊരു സംശയം വേണ്ടായി. കേരളം മൊത്തത്തിലൊരു മാറ്റം പലരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് കേരളം മാറാനുള്ള സാധ്യത ഒന്നുമില്ല. കേരളം എങ്ങനെ മാറുക? കേരളം മാറേണ്ട യാതൊരു സാധ്യത പിണറായി തന്നെ തുടരും. എത്ര ആത്മവിശ്വാസം എന്തൊക്കെ വികസനം കൊടുക്കുന്നുണ്ട് ഇവിടെ. പല റോഡുകൾ നോക്കി ഇതിന് മുന്നേ ഈ 10 വർഷം കൊണ്ട് പല റോഡുകൾ പലയിടത്തും നേരായിട്ടുണ്ട്. പല റോഡുകളല്ല, പല പാലങ്ങൾ, പല വികസനങ്ങൾ പലയിടത്തും മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് യാതൊരു ആവശ്യമില്ല. അത് നിങ്ങൾ പത്രമാധ്യമങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കണേ. നിങ്ങളെ അങ്ങനെയുള്ള വിഷയം തന്നെയല്ല, അത് വെറുതെ പത്രമാധ്യമം മൂപ്പര സ്റ്റൈൽ തന്നെ അങ്ങനെയാണ്. അതിന് നിങ്ങൾ പത്രമാധ്യമങ്ങൾ ഓരോന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കണേ യാതൊന്നില്ല. പാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രായത്തിന് അതൊന്നുമില്ല. മൂപ്പര് നല്ല ക്ലിയറുള്ളൊരു വ്യക്തി തന്നെയാണ്. യാതൊരു വിധത്തിലുള്ളൊരു കോട്ടമില്ല. ഇവിടെ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പട്ടായി പാലം എത്ര കൊല്ലത്തെ ആൾക്കാരെ ഇതായിരുന്നു പട്ടായി പാലം. അത് ഇപ്പോഴല്ലേ പണി തുടങ്ങിയത്? ഈ 10 വർഷത്തിനുള്ളിലാണ് അത് പണി തുടങ്ങിയത്. 10-25 കൊല്ലം ഒരുമിച്ച് ഭരിച്ചതാണ്. എന്താ അവിടെ ഉണ്ടായത്?
LDF തുടരും, യാതൊരു സംശയമില്ല. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട് ബസ്സിലൊക്കെ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂട് ബസ്സിലൊക്കെ വളരെ മോശം. ആള് വേണ്ടേ? ആളില്ല. ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ നടക്കാറുണ്ടോ? ഞങ്ങളെ മണ്ഡലം ഭയങ്കര ഫേമസ് മണ്ഡലേ, തൃത്താല മണ്ഡലാ. അവിടെ ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എങ്ങോട്ട് ചായക്കടയിലൊക്കെ ഈ ഇലക്ഷൻ ചർച്ച? ഇലക്ഷൻ ചായക്കടയിലൊന്നും അങ്ങനെ ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെ മുഖസിനാണ് ഇവിടെ മുൻതൂക്കം. മറ്റു എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാര്യങ്ങളെ. ഒരു മാറ്റം ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതായത് മുഹസിന് ബുദ്ധിമുട്ടാണ്, മുഹസിനെ കിട്ടുള്ളൂ എന്ന് എല്ലാവരും വിഷയമാണ്. നമസ്കാരം. ഇവിടാണോ വോട്ട്? ഇവിടാണോ? നമ്മളെ വോട്ടേ ചെയ്തില്ല, നമുക്ക് വേണ്ട. മടുത്തോടത്തുണ്ട്, മടുത്ത്. ഇനിയിപ്പോൾ ആ കച്ചവടം വേണ്ട. ഏത് വാപ്പ വന്നാലും മാത്രം വരില്ല. അതുമാതിരി ആര് കയറിയാലും കണക്കന്നെ. അല്ല, എൻ്റെ കാര്യം പറയാം, ഞാനൊക്കെ ഒഴിവാക്കണം. കാരണം ഞാൻ വോട്ട് ചെയ്യില്ല. ഏത് ഭർത്തവിലും നിന്നാൽ ഞാൻ വോട്ട് ചെയ്യില്ല. ഒരു പ്രയോജനം നമുക്ക് ഇരിക്കുന്നില്ല, ഒരു പ്രയോജനമില്ല. അല്ല പറഞ്ഞത് നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് സഹായം വാഗ്ദാനം ചെയ്തൊക്കെ എന്ത് വാഗ്ദാനം കണക്കന്നെ. ഇതൊക്കെ നമ്മൾ കുറെ പഠിക്കാതെ എനിക്ക് 10-18 വയസ്സായി. അതിനിടയ്ക്ക് ഞാൻ കുറെ പഠിച്ച്, എനിക്ക് പഠിക്കേണ്ടതില്ല. അപ്പം ഇനി വോട്ടിൻ്റെ കാര്യം പറയാൻ എൻ്റെ അടുത്ത് കറക്റ്റാ. രാഷ്ട്രീയക്കാരോട് അത് തന്നെ പറയാം. രാഷ്ട്രീയക്കാരല്ല, എനിക്ക് രാഷ്ട്രീയ ഒന്നും എന്ത് മനോരമക്കാരും വേണ്ട, വോട്ട് ചെയ്യേണ്ട കാര്യം പറയണ്ട. ഇവിടെ ആര് ജയിച്ചാലും വേണ്ട, ആര് തോറ്റാലും വേണ്ട, എനിക്ക് കാര്യമില്ല. എത്ര നാളായി വോട്ട് ചെയ്യാതിരിക്കുന്നു തുടങ്ങിയത്? ഞാൻ ഇപ്പം ഈ മാസം കാലൊന്നായിട്ടില്ല, കഴിഞ്ഞ ഇലക്ഷൻ നിർത്തിയതാ. പിന്നെ ഞാൻ വോട്ട് ചെയ്തില്ല. ഇപ്പം പ്രാവശ്യം 2-3 പാർട്ടി നമ്മുടെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ലായിരുന്നു. കാരണം എനിക്ക് ഒരു കാര്യമില്ലേ. പിന്നെ എന്താ തന്നെ പറയുമ്പോൾ ചെയ്യുമ്പോൾ പറയും ആദ്യം നിങ്ങൾ വരും വന്നോളി. വരും, വന്നാൽ കണക്കന്നെ. പിന്നെ കണ്ണന് മീയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളവിടെ ഒരാൾ ജയിച്ചു, അവനക്കെപ്പോഴും കണ്ണ് കാണില്ല. ഇപ്പം വേറെ അടുത്തുണ്ട്, അത് അതിന് കേട്ടനാ. അപ്പം അതിൻ്റെ വെച്ചിട്ട് എനിക്ക് വോട്ടിൻ്റെ കാര്യം എന്നോട് പറയണ്ട, ഞാൻ ചെയ്യില്ല. വെറുത്ത് ഇനി ഒന്നും വെറുക്കാനില്ല. നമ്മൾ എക്സ്പ്രസ്സായി വോട്ട് നമുക്ക് ആദ്യത്തെ വോട്ട് ചെയ്യും, ആർക്കും പറ്റും അപ്പോൾ വോട്ട് ചെയ്യൂ. അതന്നെ UDF വരുന്ന ആഗ്രഹമുണ്ട്, ഒരു പരിക്ക് വരട്ടെ. മുഖ്യമന്ത്രിയുടെ ഈ ഒരു ധാർഷ്ട്യത്തെ അതൊന്നും പറയില്ല, നമ്മളൊന്നും പറയുന്നില്ല. ഇങ്ങോട്ട് ഇങ്ങനെ പൈസ കിട്ടണിരുന്നാൽ മതിയോ? വോട്ടൊക്കെ എണ്ണണ്ടായോ? വോട്ട് നന്നായിട്ട് പോണു, സുഖമായിട്ട് പോണു. നമ്മുടെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് പോണു. ആര് കൊണ്ടുപോകും? അത് നമുക്ക് അങ്ങനെ ഒറ്റ വഴിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അത് പറയുന്നത് അത്ര നല്ലതല്ല. എങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയുണ്ട് ഒരു രാഷ്ട്രീയ സാഹചര്യം? രാഷ്ട്രീയം നല്ല ടൈറ്റ് ഫൈറ്റാണ്. രണ്ടുപേരും സ്ഥാനാർത്ഥികൾ ഒപ്പത്തിനൊപ്പമാണ്. ബാക്കി പട്ടാമ്പിക്ക് ഇനി എന്തൊക്കെ വികസനങ്ങളാണ് ആവശ്യം? പട്ടാമ്പിക്ക് വികസനം ഇനിയും പല കാര്യങ്ങളുമുണ്ട്. ഒരുപാട് വികസനങ്ങൾ ഇനിയും വരാനുണ്ട്. വികസനം പറയുകയാണെങ്കിൽ ഇവിടുത്തെ മാത്രം പോരാ, മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറേ വികസനം വരാനുണ്ട്. ഇപ്പോൾ ഉള്ള ആളും നല്ല കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിഷേധിക്കണില്ല. ഇനി ജയിക്കുന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. ഓക്കെ. ഇവിടുത്തെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് എന്താ ഒന്നും പറയാനില്ല. മോസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഏത് മുക്കിലും മൂലയിലും നോക്കിക്കഴിഞ്ഞാൽ മോസിൻ്റെ വികസനം തന്നെ ഉള്ളൂ. അതിൽ കൂടുതൽ അതിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യം. പിന്നെ ഇപ്പോൾ അതൊന്നും പറയാനില്ല. UDF പറയുന്നത് അങ്ങനെയല്ല, ഒരു കൊണ്ടുപോകുന്ന പറയുന്നത്. UDF ഇതിന് മുന്നേ ഇവിടെ ഭരിച്ചതല്ലേ, 10 കൊല്ലം ഇതിന് മുന്നേ ഭരിച്ചതാ. എന്നിട്ട് എന്താ ഇവിടെ ചെയ്തത്? ഓരോ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടായിരുന്നു, അതല്ലാണ്ട് ഇപ്പോൾ ഒരു വികസനം ഞങ്ങൾ കണ്ടിട്ടില്ല. മോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം അടിപൊളിയാണ്. അതിപ്പോൾ ഏത് പ്രായക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലും മോസിൻ്റെ പേരറിയാത്ത ഒരാളുണ്ടാവില്ല. അത്രയ്ക്ക് ജനപ്രിയനാണ്. ജനപ്രിയം തന്നെ. തുടരും മോസി? തുടരും. ഈ മുഖ്യമന്ത്രിയുടെ ഒരു ധാർഷ്ട്യം നമ്മൾ കാണുന്നുണ്ട്, ചാനലിലൊക്കെ കണ്ടല്ലോ, അത് ശരിയായ കാര്യമാണ്? അതിപ്പോൾ എന്താ പറയുക, അത് രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് എതിരെ അഭിപ്രായം ഉണ്ടാവും, അല്ലാത്തവർക്ക് മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെ ഉള്ളൂ.